ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരുന്ന ആ ഒരു മുഹൂർത്തം നടന്നിരിക്കുകയാണ്. നമ്മുടെ ജാസ്മിൻ ജാഫറിന്റെ വാപ്പയും ഉമ്മയും ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഫാമിലി വീക്കിൽ പ്രേക്ഷകർ ഒരുപാട് ദിവസങ്ങളായി കാത്തിരിക്കുകയായിരുന്നു. ജാസ്മിന്റെ വാപ്പയും ഉമ്മയും വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ജാസ്മിനോട് റിയാക്ട് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും ജാസ്മിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയൊക്കെ ഇന്ന് രാവിലെ ഹോട്ട്സ്റ്റാർ ലൈവിൽ തന്നെ ഏകദേശം 25,000 പ്രേക്ഷകരായിരുന്നു ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും എൻട്രി നടത്തുന്നത് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഒരുപാട് കോൺട്രവേഴ്സികൾ പുറത്തും അകത്തും ഒരുപോലെ നിറഞ്ഞു നിന്നിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ജാസ്മിൻ. അതുപോലെ തന്നെ ഇന്ന് ഇപ്പോൾ ജാസ്മിൻ്റെ വീട്ടുകാർ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ തന്നെ സോഷ്യൽ മീഡിയയിൽ മുഴുവനുള്ള പ്രചരണം എന്ന് പറയുന്നത് ജാസ്മിൻ്റെ വാപ്പ വരുന്നു, വന്നതിന് ശേഷം ഗബ്രിയുടെ ആ ഒരു ഫോട്ടോ വലിച്ച് പൊട്ടിച്ച് ഫോട്ടോ എറിഞ്ഞുടയ്ക്കുന്നു, ജാസ്മിൻ്റെ മാല വലിച്ച് പൊട്ടിക്കുന്നു, അതായത് ഗബ്രിയുടെ ആ ഒരു മാല വലിച്ച് പൊട്ടിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വ്യാപക പ്രചരണങ്ങൾ നടന്നിരുന്നു. എന്നാൽ പ്രേക്ഷകർ പ്രതീക്ഷിച്ചതിലും എല്ലാം നേർ വിപരീതമായിട്ടാണ് ഇന്ന് സംഭവങ്ങൾ എല്ലാം നടന്നത്. ആദ്യം തന്നെ മോർണിംഗ്, അതായത് രാവിലെ തന്നെ ഒരു മോർണിംഗ് സോങ് വരുന്നു. അതിനുശേഷം ജാസ്മിനൊക്കെ അവിടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുൻ, ശ്രീതു, അപ്സര മുൻപിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിനൊക്കെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജാസ്മിൻ്റെ വാപ്പയും ഉമ്മയും വരുന്നത്. ഉമ്മയുടെ കയ്യിലൊരു വലിയൊരു ടെഡ്ഡി ബിയർ ഉണ്ട്, വാപ്പയുടെ കയ്യിലൊരു മാലയും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ കടന്നു വരികയാണ്. വന്നതിന് ശേഷം ജാസ്മിൻ അവരെ കെട്ടിപ്പിടിക്കുന്നു. അതിനുശേഷമാണ് ജാസ്മിൻ്റെ വാപ്പ ജാസ്മിനൊരു മാല കൊടുക്കുകയാണ്, അതായത് ഒരു സ്വർണ്ണമാല ജാസ്മിന് കഴുത്തിലിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവർ അകത്തേക്ക് പോയിട്ട് ആ ഒരു ഗബ്രിയുടെ മാല ഊരി വാങ്ങാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അതായത് ജാസ്മിൻ്റെ ഇട്ടുകൊണ്ടിരുന്ന ആ ഒരു മാല അഴിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ഇതെൻ്റെ ഒരു ബലമാണിത്, ഇവിടെ ഇരുന്നോട്ടെ, അതിൽ എന്താണ് പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തും ജാസ്മിൻ്റെ വാപ്പ നിൻ്റെ നല്ലതിന് വേണ്ടിയാണ് ഞങ്ങൾ പറയുന്നത്, അത് അഴിക്കും മോളെ എന്നൊക്കെ പറയുമ്പോൾ അത്താ എന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ ഇവിടെ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ ഉമ്മയോട് പറയുന്നുണ്ട്, ഉമ്മ എന്താണിത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉമ്മയും പറഞ്ഞിട്ട് നിൻ്റെ ഒരു നല്ല ഭാവിയെ ഓർത്താണ് ഞങ്ങൾ ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, എൻ്റെ ഒരു ധൈര്യമായിരുന്നു, ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് അറിയില്ല, ഇവിടെ എനിക്ക് ഏതൊരു ആപത്ത് സമയത്തും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഉമ്മ പറയുന്നുണ്ട്, ആ ഒരു വ്യക്തി ഇപ്പോൾ ഔട്ടായല്ലോ, ഇപ്പം എല്ലാവരും പുറത്ത് തന്നെയാണ്, എല്ലാവരും ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത്, അപ്പോൾ നീ ഇപ്പം ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങൾ നിൻ്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നീ ഇപ്പോൾ ഉമ്മ നിൻ്റെ അടുത്ത് കിടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് നീ ഞങ്ങളുണ്ട് എന്നുള്ള ഒരു ധൈര്യത്തിൽ നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അടുത്ത റൂമിലേക്ക്, നമ്മുടെ ജാസ്മിൻ്റെ റൂമിലേക്ക് പോയിട്ട് ഗബ്രിയുടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ അത് എടുത്ത് മാറ്റുകയാണ്. ഇതോടുകൂടി ജാസ്മിൻ ആ ഒരു സമയത്ത് ചെറിയൊരു ഡൗൺ ഉണ്ടായെങ്കിലും വീണ്ടും അതിനെ അതിജീവിക്കുകയാണ്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ഇതിൻ്റെ ഒരു ബലമാണ് വാപ്പ ഉമ്മ എന്നൊക്കെ പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, ഈ ഒരു ഗെയിം കഴിയുന്നതോടുകൂടി നീ പുതിയൊരു വ്യക്തിയായി ഈ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ്, അപ്പോൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല, ഞങ്ങളുണ്ടല്ലോ നിൻ്റെ കൂടെ, ഞങ്ങളുടെ ഫോട്ടോ ഉണ്ടല്ലോ, നീ വരുമ്പോൾ ആരൊക്കെയാണോ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അവരെല്ലാവരും ഇപ്പോഴും നിൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെൻ്റൽ സപ്പോർട്ട് ജാസ്മിന് കൊടുക്കുകയാണ്. അതായത് ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് അഫ്സലിൻ്റെ കാര്യമായിരിക്കും. അതിനുശേഷം തന്നെ ഒരുപാട് ഏകദേശം ഇടവിട്ട് പല സമയങ്ങളിലും അദ്ദേഹം ഈ ഒരു ടെഡ്ഡി ബിയർ, അതായത് പാവ ആര് തന്നതാണെന്ന് അറിയാമല്ലോ എന്ന് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അതൊരുപക്ഷെ അഫ്സൽ കൊടുത്തതാവാനാണെന്നാണ് സാധ്യത. കാരണം പല ചാനലുകളിൽ നമ്മൾ അത്തരത്തിലൊരു വാർത്ത കേട്ടിരുന്നു, അഫ്സൽ കൊടുത്തു വിട്ടതാണ് ആ ഒരു ടെഡ്ഡി ബിയർ എന്നതിനെപ്പറ്റി. എന്തായാലും ജാസ്മിൻ്റെ വാപ്പ നല്ലൊരു മെൻ്റൽ സപ്പോർട്ട് തന്നെ മകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ പ്രേക്ഷകർ ഇതൊന്നും ആയിരിക്കില്ല പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഹോട്ട്സ്റ്റാർ ലൈവിൽ വന്നിട്ട് ജാസ്മിൻ തന്നെ അവിടെ പറയുന്നുണ്ട്, ഇവരെല്ലാവരും പാപ്പയും ഉമ്മയും വന്നിട്ട് എന്നെ അടിക്കും എന്നാണ് വിചാരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ അടിച്ചില്ലല്ലോ, നീ ഞങ്ങളുടെ പൊന്നു മോളല്ലേ എന്നൊക്കെ പറഞ്ഞ് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, ജാസ്മിനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ജാസ്മിൻ എന്നുള്ള ഒരു വ്യക്തി ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഇൻഡിവിജ്വലായി കളിക്കുകയാണെങ്കിൽ മാത്രം. അതേസമയം ഗബ്രി എന്നുള്ള ഒരു കോംബോ വന്നതോടുകൂടി ജാസ്മിൻ തികച്ചും ഡൗൺ ആയി പോയി എന്നതൊരു വാസ്തവം തന്നെയാണ്.